കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, വൈ ഡോണ്ട് യു ഡു ഒരു വീഡിയോ ഓൺ കർമ്മയോഗ. എവിടെയോ കേട്ടൊരു വേർഡായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചേ, കർമ്മയോഗ ഭഗവത്ഗീതയിൽ ഒരു ഒരു ചാപ്റ്ററാണ്, ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, വൈ നോട്ട്, നമുക്ക് ഡീപ്പായിട്ട് കർമ്മയോഗ എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സ്മോൾ ഭഗവത്ഗീത. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 2.5 years മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വാങ്ങിച്ച ഒരു ബുക്ക്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു റിലീജിയസ് ബുക്ക്. ചെറുതാണ്, അപ്പം ഇതിൻ്റെ എല്ലാം സംസ്കൃതത്തിൽ ശ്ലോകങ്ങളുണ്ട്, അതിൻ്റെ മീനിങ് ഉണ്ട്. അപ്പം ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പം ഇതിൽ ഞാൻ നോക്കിയപ്പോഴാണ് 4ാമത്തെ ചാപ്റ്ററാണ് കർമ്മയോഗ. ശരിക്കും അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നതാണ്. എപ്പോഴും ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു കാര്യം നമുക്കൊരു പ്രോബ്ലം വരുമ്പം നമ്മൾ റിയാക്ട് ചെയ്യാൻ ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു തിരിച്ചടി ചെയ്യണേക്കാട്ടും ബെറ്ററാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നമ്മുടെ സുപ്പീരിയർ, നമ്മുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ഇന്നെങ്ങനെയാണ് അങ്ങ് എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയണമെന്നാണ് അർജുനൻ ചോദിക്കുന്നത് കൃഷ്ണനോട്. അപ്പം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഭയങ്കര സിമ്പിളാണ്. നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും ഇത് പവർഫുൾ എന്ന്. അപ്പം കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമാണ്, നിയാത്തം കുരു കർമാത്വം കർമ്മജ്യായോ ഹി അകർമ്മണ ശരീര യാത്രാപി തതേ ന പ്രസിദ്ധേയ അകർമ്മണ. ഇതിൻ്റെ അർത്ഥം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒരു സിറ്റുവേഷൻ വരുമ്പം ഒന്നും ചെയ്യാണ്ടിരിക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യം ചെയ്യണം. നമ്മൾ അങ്ങനെ വേണം റിയാക്ട് ചെയ്യാൻ. ശ്രീകൃഷ്ണൻ പറയുന്നത് സിമ്പിളായിട്ട് നമ്മുടെ ബോഡി തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യില്ല. അങ്ങനെ തന്നെ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഒരു ആള് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് സാക്രിഫൈസസ് ഒക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പം അതിൻ്റെ ഔട്ട്കം, ഇല്ലെങ്കിൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് ചോദിക്കും എന്നൊന്നും ആലോചിച്ചിരിക്കില്ല. അത് പ്യുവറായിട്ട് നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആ പ്രാർത്ഥന കേട്ട്, ആ പ്രാർത്ഥന കണ്ട്, നമ്മുടെ സാക്രിഫൈസസ് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് ചോദിക്കും എന്ത് വരം വേണമെന്നോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒട്ടും ആലോചിക്കാത്തത് പോലും സാധിച്ചു തരും. അതാണ് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് സാക്രിഫൈസ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ അർഹിക്കുന്നത് നമുക്ക് കിട്ടുമെന്ന്. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യമാണ്, കർമ്മണ്യേ വാദി കരാസത മ ഫലേഷു കഥാചന. അതിൻ്റെ അർത്ഥം നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് അതിന് പകരം നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഓണസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫുൾ ട്രൂ സെൽഫ് വയ്ക്കണം. നമ്മൾ ചെയ്യുമ്പം പ്യുവർ ആയിട്ട് ചെയ്യണം. ഇപ്പം എന്ത് ചെയ്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു വീട്ടിൽ ഒരു അമ്മ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും നല്ല ഫുഡാണ്, ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയായിട്ട് ഒരു അമ്മ ഫുഡ് ഉണ്ടാക്കിയില്ല. പക്ഷേ ഫാമിലിക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും അവരുടെ കാണിക്കുന്ന ഒരു ഫീലിംഗ്, ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ് അല്ലേ. അങ്ങനെ തന്നെ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി ഉണ്ടായിരുന്നു 2004 അതിൽ 2 സെറ്റ് ഓഫ് ആൾക്കാരെ കമ്പയർ ചെയ്യുക. ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഒരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ട്, ഇന്ന സ്ഥലം വരെ എത്തണം എന്നുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നു. മറ്റേ സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഇന്ന സ്ഥലം വരെ എത്തണം എന്നുള്ളൊരു അതായിരുന്നു ഫിനിഷിംഗ് പോയിന്റ്. പക്ഷേ ആ സ്ഥലം വരെ എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കാണും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 2 സെറ്റ് ഓഫ് ആൾക്കാരെ
കമ്പയർ ചെയ്യുമ്പോൾ വന്ന ഒരു റിസൾട്ടായിരുന്നു. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട്. നമ്മളെപ്പോഴും പറയും യു ഷുഡ് ബി ഗോൾ ഓറിയന്റഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കും. പക്ഷെ ഇതിന്റെ റിസൾട്ട് വന്നപ്പം ഈ ഗോൾ ഓറിയന്റഡ് ആൾക്കാർക്കായിരുന്നു ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ടെൻഷനും. അവർ ആ പ്രോസസ്സ്, ആ സ്ഥലം വരെ എത്താൻ വേണ്ടി ഉള്ള പ്രോസസ്സ് ഒരു പണിയായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പം അതിന് ചുറ്റും ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും അവർ ഒബ്സർവ് ചെയ്തില്ല. ജസ്റ്റ് അവരുടെ ഫൈനൽ ഔട്ട്പുട്ട് മാത്രമേ, ഫൈനൽ ഗോൾ, ഫൈനൽ ഡെസ്റ്റിനേഷൻ മാത്രമേ നോക്കിയുള്ളൂ. അതിനു പകരം മറ്റേ സെറ്റ് ഓഫ് ആൾക്കാർ അവർക്ക് ആ ചുറ്റുമുള്ള സാധനങ്ങൾ നോക്കാനും ആ ഒരു പ്രോസസ്സ്, ആ സ്ഥലം വരെ, ആ ഗോൾ വരെ എത്താൻ വേണ്ടിയുള്ള പ്രോസസ്സ് എൻജോയ് ചെയ്ത് വന്ന ആൾക്കാർക്ക് ഒരു രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവർ ഹാപ്പി ആയിരുന്നു, അവർ മെന്റലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പം കർമ്മയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്തൊരു ചെറിയ കാര്യം ചെയ്താലും എത്ര വലിയ കാര്യം ചെയ്താലും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവുമോ, ഇല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും എന്താ പറയുക എക്നോളജ് ചെയ്യോ, നമ്മൾ പ്രേസ് ചെയ്യോ, നമുക്ക് എന്തെങ്കിലും നല്ല കോംപ്ലിമെന്റ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് നല്ല രീതി, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും അതിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഭഗവത്ഗീതയിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നെല്ല്, ഈ ഗ്രെയിൻസ് ഒക്കെ വേണം. അപ്പം ഈ ക്രോപ്സ്, ഈ കൃഷിക്ക് മഴ വേണം. അപ്പം മഴ ഉണ്ടാവുന്നത് എങ്ങനെയാ? ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. അപ്പം ആ സാക്രിഫൈസ് ആണ് മഴയായിട്ട് വരുന്നത്. അപ്പം അത് ഹ്യൂമൻ കൈൻഡ്. അപ്പം നമുക്ക് ഒരു പ്രോഫിറ്റായി നമുക്ക് ആ കൃഷി വളരാനും നമുക്കത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നുണ്ട്. കർമ്മയോഗ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ആദ്യത്തെ കാര്യം നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പാർട്ട്നേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാണെങ്കിലും, നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുമ്പം ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ്, ആ ഫീലിംഗ് ഓഫ് ലവ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പം പേരൻറ്റിങ് ആണെങ്കിലും ചില ആൾക്കാർ അതൊരു ജോലിയായിട്ട് ചെയ്യും, ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. പിള്ളേരെ വലുതാക്കുന്ന, പിള്ളേരെ വളർത്തുന്നതൊക്കെ അതൊരു വലിയൊരു പണിയാണ്. ചിലർ പറയും ഇനിയിപ്പം പിള്ളേർക്ക് അവധിയാണ് കുറച്ച് ദിവസം, ഇനി അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ വിചാരിക്കുമ്പം നമുക്ക് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും, അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ അതിന് പകരം നമ്മൾ ആ ഒരു പ്രോസസ്സ്, പിള്ളേർ വളരുന്നതും പിള്ളേർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുമ്പം നമുക്കതൊരു വലിയ പണിയായിട്ട് തോന്നില്ല, അതൊരു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടേ തോന്നുള്ളൂ. അങ്ങനെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് വർക്ക് ലൈഫ്. ഇപ്പം ചില ആൾക്കാർ ഒരു പ്രൊമോഷൻ ഇല്ലെങ്കിൽ ഒരു സാലറി ഇൻക്രീസ് അതിനു വേണ്ടി മാത്രം ജോലി ചെയ്യും. ബിക്കോസ് വീട്ടിലൊരുപാട് ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ട്. അപ്പം ചില ആൾക്കാർ ഒരുപാട് ഭയങ്കര കോമൺ ആണ് ഓഫീസ് പോളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. മാനേജേഴ്സിൻ്റെ അടുത്ത് പോയി ഒരുപാട് സംസാരിച്ച് അവർക്ക് പ്രൊമോഷൻ കിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാൽ അവരെവിടെ എത്തില്ല. അപ്പം നമ്മൾ ഒരു പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്കിന് വേണ്ടി മാത്രം ജോലി ചെയ്യാണ്ട് ആ ഒരു ജോലി ചെയ്യുന്നതിൽ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ജോലി ചെയ്യുന്നതിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തണം. അതില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ജോലി നോക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യുന്ന പണി നമുക്ക് ഭയങ്കര ഹാപ്പി ആക്കണം, അല്ലേ? നമ്മൾ അതിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും കരിയർ ഗോൾസോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ നമ്മൾക്ക് തന്നെ. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതായിരുന്നു, സ്കൂള് 12th വരെ മൊബൈൽ ഫോണൊന്നും കിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊക്കെ ചെറിയ പിള്ളേർക്കൊക്കെ മൊബൈൽ ഫോൺ കിട്ടും. അപ്പം 12th അച്ഛൻ പറഞ്ഞായിരുന്നു 85% മുകളിൽ കിട്ടിയാൽ മാത്രമേ ഒരു ഫോൺ വാങ്ങിച്ചു തരുള്ളൂ എന്ന്. അപ്പം വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇരുന്ന് അങ്ങോട്ട് പഠിക്കുക രാവിലെയും രാത്രിയും. അതാണെങ്കിലോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്സ് ആയിരുന്നു. പക്ഷെ ആ പഠിപ്പിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഫോണായിരുന്നു ആ ഗോൾ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് 85 ഒന്നും കിട്ടിയില്ല, 76 എങ്ങാണ്ടായിരുന്നു. പക്ഷെ ഫോൺ കിട്ടി. ബട്ട്
ദ തിങ് ഈസ് നമ്മൾ ഒരു പഠിപ്പാണെങ്കിലും ഒരു കരിയർ റിലേറ്റഡ് ഗോൾ വെക്കുവാണെങ്കിലും ആ ഒരു ഗോൾ മാത്രം പോരാ. നമുക്ക് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. നമ്മൾ എന്തിനാണ് ചെയ്യുന്നേ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇല്ലെങ്കിൽ ഒരുപാട് കാലം ആ ഒരു കാര്യം നിൽക്കില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മടുക്കും, നമ്മളത് ഉപേക്ഷിച്ച് വേറെ കാര്യത്തിൽ പോകും. അപ്പം കർമ്മയോഗ ശരിക്കൊരു ബുക്കിൽ എഴുതിയൊരു ചാപ്റ്റർ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് ഫിലോസഫിയാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാം, അത് നമുക്ക് നമ്മുടെ രീതിയിൽ ബെനിഫിറ്റ് ആക്കി എടുക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കർമ്മയോഗയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കമന്റ്സിൽ പറയൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.